കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമെന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വിളിക്കാൻ അർഹതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എറണാകുളം. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിർണായക രാഷ്ട്രീയ സ്വാധീനം ചരിത്രപരമായി ഉണ്ടാകാൻ ബാധ്യതയോ ഉത്തരവാദിത്വമുള്ള ഒരു മേഖലയാണെങ്കിൽ പോലും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ദിനംപ്രതി എന്നോണം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ എറണാകുളത്ത് എറണാകുളത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ചിത്രവതാണ്. അപ്പോൾ അത്തരമൊരവസ്ഥ ഉണ്ടായിത്തീരാനുള്ള കാരണമെന്ത് എന്നുള്ള ഒരു വളരെ നേരിയ ഒരു അന്വേഷണവും കൂടി എറണാകുളത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ പരമപ്രധാനമായി കാണേണ്ടുന്ന ഒരു കാര്യം, CPIM-നകത്ത് രൂപം കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് CITU-വിന് അതിൻ്റെ മുകളിലുണ്ടായിരിക്കുന്ന ആധിപത്യം. എറണാകുളം ജില്ലയിൽ ഒരിക്കലും തന്നെ പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി സംഘടനാ സംവിധാനമല്ല എറണാകുളത്തെ ഏറ്റവും പാർട്ടിയുടെ ഘടനയെ നിയന്ത്രിക്കുന്നത്, നിശ്ചയിക്കുന്നത്. മറിച്ച് അത് CITU എന്ന് പറയുന്ന ട്രേഡ് യൂണിയനാണ്. ഈ CITU-വിൻ്റെ ട്രേഡ് യൂണിയന്മാരിൽ പ്രധാനിയായിരിക്കുന്ന MM ലോറൻസ്, C രവീന്ദ്രനാഥ്, ഡോക്ടർ VB ചെറിയാൻ ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ മത്സരരംഗത്തും അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും സജീവമായി നിലയുറപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ തൊഴിലാളി വർഗം എന്ന സ്പിരിറ്റിൽ അതിനെ സംഘടിപ്പിക്കുന്നതിന് ഉപരിയായി അത് പലപ്പോഴും തൊഴിലാളി വർഗത്തിൻ്റെ സ്വാഭാവികമായ രാഷ്ട്രീയ ദിശയിൽ നിന്ന് തെന്നുമാറിപ്പോകുന്ന ഒരു ചിത്രം എറണാകുളത്ത് രൂപീകൃതമായിട്ടുണ്ടായിരുന്നു. ഇവരും നിശ്ചയമായും ഒരു കാര്യം പറയാവുന്നതാണ്, തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹൈബി ഈഡൻ സാമാന്യം മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളത്. രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ ചാലക്കുടി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ വിഷയത്തിൽ സൂചിപ്പിച്ചതുപോലെ 2020-ക്ക് ഏതാണ്ട് ചില മേഖലകളിൽ വലിയ ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ഥലമാണത്. പക്ഷേ ഇവിടെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ 2020 പോലുള്ള ഒരു സംഭവത്തിന് അവിടെ സംരംഭകന് അവിടെ അത് തുടങ്ങാൻ കഴിയാതിരിക്കുകയും അത് തെലങ്കാനയിലേക്ക് മാറിപ്പോവുകയും ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരിക്കുമ്പോൾ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട ഒരു സംരംഭക ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയതും കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകൾ സംരംഭകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ നിയമസഭക്കകത്താണ് പറഞ്ഞത്. ഈ സംരംഭകക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തുകൊണ്ട് എറണാകുളം പോലുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ സംരംഭകത്വത്തിന് താല്പര്യമുള്ളവർക്ക് ലഭിക്കുന്നില്ല എന്ന ഗൗരവമേറിയിരിക്കുന്ന ഒരു ചോദ്യം 2020-യുടെ രാഷ്ട്രീയ പ്രശ്നത്തോടൊപ്പം ഉയർന്നു നിൽക്കുന്നുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ പ്രാഥമികമായ അർത്ഥത്തിനപ്പുറത്തേക്ക് കടക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കാത്തതുകൊണ്ട് തന്നെ 2020 എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു സർക്കിളിനകത്ത് സ്വാധീനം ചെലുത്തുക എന്നല്ലാതെ ഒരു മുന്നണിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പൊതുഘടനയെ സ്വാധീനിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലേക്ക് അത് ഒരിക്കലും തന്നെ വളരുകയും വികസിക്കുകയും ചെയ്യുകയില്ല. പക്ഷേ CPIM-നകത്തുണ്ടായിരിക്കുന്ന അതായത് സംരംഭകത്വത്തെ എതിർക്കുന്ന സംഭവത്തോട് കാണിക്കുന്ന അവരുടെ നിലപാടുകൾക്കെതിരെ സ്വാഭാവികമായും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പെട്ടിരിക്കുന്ന ആളുകൾ പോലും ഒരു പ്രതിഷേധ വോട്ട് എന്ന നിലയിൽ ഒരുപക്ഷെ ആ വോട്ട് 2020 സ്ഥാനാർത്ഥിക്ക് കൊടുത്തേക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്താണ് അവിടെ മത്സരിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥി, വളരെ ഗൗരവമേറിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. വളരെ ഗൗരവമേറിയ സ്ഥാനാർത്ഥിയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ ഉണ്ടായിരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു ചാൻസലറായി വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച സമയത്താണ് അവിടെ ഉണ്ടാക്കുന്ന മാക്സിമം വോട്ട് ഇദ്ദേഹം BJP-ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സ്വാംശീകരിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നത്. ആ ഒരു വോട്ട് എറണാകുളത്ത് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് തീർച്ചയായും തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാത്രമേ അത് വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ക്രമാനുഗതമായി വോട്ടിൻ്റെ മുകളിൽ വർധന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും എറണാകുളം പോലുള്ള കുറേ കൂടി മതപരമായ സംഭവത്തിന് സ്വാധീനമുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയത്തിനും മതത്തിനും നിർണായക സ്വാധീനം ഇല്ലാതിരിക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ്, കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടിയാണ് വാസ്തവത്തിൽ ഈ എറണാകുളം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ മതത്തിന് കൃത്യമായിരിക്കും ഗണ്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവണമെന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഗണ്യമായ വോട്ടുകൾ അവിടുന്ന് പുത്തനായി ശേഖരിക്കാൻ കഴിയുമോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടതാണ്. രണ്ടാമത്തെ വിഷയം അതിനകത്ത് വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി കുടുംബത്തിനുമെതിരായി ഉയർന്നു വന്നിട്ടുള്ള വളരെ ഗൗരവതരമായിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ പ്രധാനമന്ത്രി പോലും സാധൂകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വിദ്യാസമ്പന്നരായ ആളുകൾ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ
ഇത്രയെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിൻ്റെ നേരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള അന്വേഷണ ഏജൻസികളുടെ ഭാഗമായി കർക്കശമായ നടപടിയിലേക്ക് ഇത് കടക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഘപരിവാറിന് നേരത്തെ ഉണ്ടായിരിക്കുന്ന കോർ വോട്ടർമാരായിരിക്കുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം ഒരവസ്ഥയോട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ആളുകളുടെ വോട്ടുകൾ പൂർണ്ണമായും ഈ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പിന്നെ NDAയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്യുന്ന ചിത്രവും ഉണ്ടായിത്തീരും. എങ്ങനെ വന്നാൽ പോലും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അവിടെ ഒരു ഗണ്യമായ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി ഉയർന്നു വരാനുള്ള രാഷ്ട്രീയ സാഹചര്യം എറണാകുളത്ത് നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഹൈബി ഈഡൻ അവിടെ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്.